വേണുഗോപാൽ സാർ, ഇവിടെ ഇതാ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇന്നലകൾ പരിശോധിച്ചാലും അങ്ങനെയൊന്നും എവിടെയും ഇന്ത്യ മീഡിയേറ്റർ റോൾ എടുത്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു രാജ്യത്തോടും വലിയ ശത്രുതയും അങ്ങനെ സൗഹൃദവും പുലർത്താറില്ല. ചിലപ്പോഴെങ്കിലും അകലം പാലിക്കേണ്ടി വന്നപ്പോൾ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അധിക ചുങ്കം ഇന്ത്യക്ക് ചുമത്തിയതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഫെബ്രുവരിയിലെ കണക്കുകൾ പരിശോധിച്ചാൽ അങ്ങനെയൊന്നും എണ്ണ ഉപഭോഗത്തിൽ ആ മാസം കുറവുണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ അമേരിക്കയുമായും ഇന്ത്യയുമായുള്ള സൗഹൃദം, അതിനിടയിൽ ഇലോൺ മസ്കിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം തന്നെയാണ് ഇറാനിൽ നിന്ന് ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്ന കടലിടുക്കിലൂടെ ഇന്ത്യയുടെ കപ്പലുകൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇന്ത്യയുടെ സ്ട്രാറ്റജി ഒരു പരാജയമെന്ന് നിരീക്ഷിക്കാമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു സാധ്യത എന്താ എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ട്രംപ് അല്ല നരേന്ദ്രമോദി എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. ട്രംപ് ആദ്യം എടുത്തു ചാടി അടിച്ചു. പണ്ടേതോ കളരി ആശാൻ പറഞ്ഞ പോലെ കൊടുത്തു ഞാൻ അവനിട്ടൊന്ന്, പിന്നെ പതുക്കെ അവൻ എന്നെ പിടിച്ചു കെട്ടി. ഇപ്പൊ ആ അവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത്. ട്രംപിനെ വരിഞ്ഞു മുറുക്കി കെട്ടിയതുപോലുള്ള ഒരു അവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത്. ട്രംപിന് മുന്നോട്ട് പോകാനും വയ്യ, പുറകോട്ട് വരാനും വയ്യ. മുന്നോട്ട് പോയാൽ കടുത്ത അപകടം നേരിടും, പുറകോട്ട് പോയാൽ നാണം കെട്ട് വഷളാവും, അമേരിക്കയിൽ തന്നെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ഇപ്പൊ ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, ഒന്ന് വരട്ടുക. ഇപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ വരട്ടും, വൈകുന്നേരം സമാധാനം പറയും, പിന്നെ യുദ്ധം നീട്ടിയെന്ന് പറയും. 5 പറഞ്ഞു, ഇപ്പൊ 10 ദിവസത്തേക്ക് നീട്ടിയിരിക്കുകയാണ്. ഇതിനിടയ്ക്കും വാദവടിക്ക് ഒട്ടും കുറവില്ല. സമാധാനത്തിന്റെ അപ്പോസ്തലൻ ഞാനാണെന്ന് പറയും. ഇറാൻ വർഷങ്ങളായി ലോകത്തിന് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വിപത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു എന്ന് പറയും. അതിനിടയ്ക്ക് പറയും മധ്യേഷ്യയിലെ സമാധാനമാണ് പ്രശ്നമെന്ന്, അതിനു വേണ്ടി നിൽക്കാനാണ് ശ്രമമെന്ന്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ മുൻ സ്പീക്കേഴ്സ് പറഞ്ഞതുപോലെ ട്രംപിന്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം പിടിവിട്ടു പോയി എന്ന് മാത്രമല്ല, ഇപ്പൊ പിടിയുമില്ല കയറുമില്ലാതെ നിൽക്കുകയാണ്. ട്രംപിന് ഇതിനി വരുന്നിടത്ത് വെച്ച് അവസാനിപ്പിക്കട്ടെ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷേ തന്റെ പിടി വിട്ടുകൊടുക്കാനുള്ള സമ്മതവും അദ്ദേഹത്തിനില്ല. അഭിമാനം, ദുരഭിമാനം, ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ നയിക്കുന്നത്. അപ്പോ ആരുമായും അദ്ദേഹം ചർച്ച നടത്തും. ട്രംപ് ഇന്ത്യയുമായി ചർച്ച നടത്തിയതിന്റെ കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ യുദ്ധ സമയത്തും യഥേഷ്ടം ഇന്ത്യൻ കപ്പലുകൾ ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു വരുന്നുണ്ട്. നമ്മൾ സുരക്ഷയ്ക്കായിട്ട് ഇന്ത്യൻ നേവിയെ കൂടെ വിട്ടിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നുണ്ട്, അവിടുന്ന് ഗ്യാസും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് ഇന്ത്യക്ക് വേണമെങ്കിൽ ഇതിൽ ഇടപെടാം. പക്ഷെ ഇന്ത്യ ഇടപെടില്ല. എന്തുകൊണ്ട് ഇടപെടില്ല? ഇന്ത്യ ഇടപെട്ടാൽ ഇന്ത്യക്ക് ഇതിനകത്ത് ഒരു സമാധാനം കരാർ ഉണ്ടാക്കാൻ കഴിയണം. സമാധാന കരാർ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നുണ്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നു. നിങ്ങൾ ആരുമായിട്ട് ചർച്ച നടത്തുമെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഞങ്ങൾക്ക് സൗദിയായിട്ട് ചർച്ച നടത്തും, ടർക്കിയായിട്ട് ചർച്ച നടത്തും, വേണമെങ്കിൽ അമേരിക്കയുമായിട്ടും ചർച്ച നടത്തും, UAE രാഷ്ട്രങ്ങളുമായിട്ടും ചർച്ച നടത്തും, ഈജിപ്തുമായിട്ടും ചർച്ച നടത്തും. പക്ഷേ ഇറാനുമായിട്ട് ചർച്ച നടത്തണമെങ്കിൽ വിവരം അറിയും. അതിന് പറ്റില്ല. ഇപ്പോ പാകിസ്ഥാൻ വരണ്ടാണ് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇതിലെ അല്പം ഒന്ന് അപലപിച്ച് ഈ ഇറാനിനോടുള്ള ആക്രമണത്തിനെ അപലപിച്ച് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഇറാൻ കയറി അടിക്കുമെന്ന് പേടിയുണ്ട്. ഇറാനും വളരെ കരുതിയാണിരിക്കുന്നത്. കാരണം കരയുദ്ധം ഉണ്ടാകുന്നെങ്കിൽ അത് ചിലപ്പോൾ പാകിസ്ഥാനിലൂടെ കൂടെ വന്നുകൂടായില്ല എന്നുള്ളത് കൊണ്ട് പാകിസ്ഥാനെ വളരെ സൂക്ഷിച്ചാണ് ഇറാൻ കൈകാര്യം ചെയ്യുന്നത്. ഇറാൻ ഈ എല്ലാ തന്ത്രങ്ങളും വളരെ മുൻകൂട്ടിയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അവരുടെ സേനാ മേധാവികളെയൊക്കെ തട്ടി ഇങ്ങനെ വന്നപ്പോ ഇപ്പൊ എന്തെന്ന് അറിയാമോ, 32 വിഭജിച്ച് വെച്ചിരിക്കുകയാണ് അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ആർമിയെ. 32 പേർക്ക് ഭാഗിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരു ക്യാപ്റ്റൻ അല്ല ഒരു തലവനല്ല, നിരവധി തലവന്മാർ ഇപ്പൊ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോ അവരുടേതായ രീതിയിൽ ഇറാനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്താമെന്നുള്ളതും ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിനു പുറമെ 10 ലക്ഷം പേരെ ചാവേറുകളെ പോലെ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ട്രംപ് മാത്രവുമല്ല, ഇപ്പോൾ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇനിയും ആളുകൾ തൽപരരായി വരുന്നു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? ചർച്ചയ്ക്കോ? അല്ല, ഈ ചാവേറുകളാകാൻ ഇത് മാത്രമല്ലോ. ഇപ്പൊ യമനിൽ നിന്ന് ഹൂത്തികൾ വന്നിരിക്കുകയല്ലേ. അത് വലിയ ഹൂതികൾ നേരിട്ട് യുദ്ധത്തിന്റെ ഭാഗമാകുന്നു. യുദ്ധത്തിന്റെ മുഖം മാറുന്നു, എക്സ്റ്റൻഷൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു.
ഇന്ന് പക്ഷേ ഇസ്രായേലിലേക്ക് ഈ ഹൂതികളുടെയൊക്കെ ഒരു ശക്തിക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ വേണുഗോപാൽ സാർ. എന്താ ഹൂതികളുടെയൊക്കെ ഒരു ശക്തിക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. അല്ല, പരിമിതിയുണ്ട്. പക്ഷെ ചാവേറുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നേ? ഇപ്പൊ നമ്മൾ ഒരുത്തമായിട്ട് അടിക്കാൻ പോവാണ്, നമുക്ക് നമ്മുടെ ശരീരം സൂക്ഷിക്കണം. അവനൊന്നും നോക്കാനില്ല. അവൻ നമ്മുടെ വിരൽ കടിച്ചു മുറിച്ചാലും നമുക്ക് പ്രശ്നമാണ്. നമുക്ക് പിന്നെ വിരൽ കാണില്ല ജീവിതത്തിൽ. അവൻ ചത്തങ്ങ് പോയിക്കോളും. അവൻ ചാവാൻ നിൽക്കുന്നവനാണ്. അവൻ നമ്മുടെ ഒരു വിരലും കൊണ്ട് പോയി. പക്ഷെ ജീവിതകാലം മുഴുവൻ പിന്നെ ചെവി തുറിയാൻ പോലും നമുക്ക് വിരൽ കാണില്ല. ഈ ഒരു അവസ്ഥയുണ്ട്. ഇതാണ് പലരെയും വിഷമത്തിലാക്കുന്നത്. പല യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പോലും ഇതിനകത്ത് കൈത് കൊടുക്കാതെ നിൽക്കുന്നത്. നാറ്റോ രാഷ്ട്രങ്ങൾക്ക് പോലും ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളത്. അടി കൊടുക്കുന്നത് പ്രശ്നമാകും, ഇത് ഒതുക്കി തീർക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അപ്പൊ ട്രംപിന്റെ അടവ് പലതും നടക്കാതെ പോയിരിക്കുന്നു. അത് ഇറാന്റെ മുമ്പിൽ അത്ര എളുപ്പം നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഇപ്പോൾ ട്രംപിന് മനസ്സിലായി. ആ വെട്ടിൽ നിന്നും അദ്ദേഹത്തിന് ഊരാനായിട്ട് ഇലോൺ മസ്കിനെ അല്ല, ഇനി ആരെ വേണേലും അദ്ദേഹം കാണാനും മിണ്ടാനും ഒക്കെ തയ്യാറാകും. അതാണ് സാഹചര്യം എന്നാണ് പറയുന്നത്. ശ്രീ മിഥുൻ വിജയകുമാർ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ഇതാ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ യുദ്ധം എങ്ങനെ നടത്തണം, എങ്ങനെയാണ് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകേണ്ടത്, അമേരിക്കയുടെ യഥേഷ്ടം ഭരണം നടത്തുന്ന ഒരു ഭരണമാറ്റം അവിടെ സാധ്യമാകുമെന്നൊക്കെ ട്രംപ് വീമ്പ് പറഞ്ഞതാണ്. എങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ആരെയും മധ്യസ്ഥ ശ്രമത്തിനു വേണ്ടി വിളിക്കുകയും ഇടപെടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ടോ? ഇറാനെക്കുറിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിരീക്ഷണങ്ങൾ, ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യ ഏജൻസികളാണ് ഇസ്രായേലിൻ്റേത് എന്നൊക്കെയാണല്ലോ അവകാശപ്പെട്ടിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് ശക്തിയുണ്ട് ഇറാന് എന്ന് ഇറാൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണോ? നോക്കൂ അഭിലാഷ്, എനിക്ക് തോന്നുന്നത് ഈ ഒരു യുദ്ധത്തിന്റെ തുടക്കഘട്ടം, അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 1 ഇറാൻ ലോഞ്ച് ചെയ്തപ്പോൾ അതൊരു എന്താ പറയാ ഒരു റിറ്റാലിറ്ററി അറ്റംപ്റ്റ് ആയിരുന്നു. അന്ന് അത് ഭയങ്കരമായിട്ട് അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാനും ഒരു എന്താ പറയുക ഒരു സിംബോളിക് വിക്ടറി അവിടെ കിട്ടിയിരുന്നു. കാരണം ഇറാൻ അയച്ച എല്ലാ മിസൈൽസും ഇന്റർസെപ്റ്റ് ചെയ്തു. അതൊന്നും ഫലിച്ചില്ല എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് ആണ് ഈ പറഞ്ഞ പോലെ ഇസ്രായേലിനും US-നും ഒക്കെ കിട്ടിയത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു യുദ്ധത്തിനുള്ള ഒരു എന്താ പറയുക ഒരു പ്രചോദനം അവർക്ക് കിട്ടിയത്. പക്ഷേ യുദ്ധം നടന്നു കഴിയുമ്പോഴാണ് മനസ്സിലായത് ഇസ്രായേൽ ഇപ്പോൾ പല ടാക്ടിക്സും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരിപ്പം ഇപ്പൊ ഈ ട്രൂ പ്രോമിസ് 4 അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എന്താ പറയുക ഈ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തന്നെ ഡാമേജ് ചെയ്യാൻ ഇറാനും സാധിക്കുന്നുണ്ട് ഇസ്രായേലിൽ. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു യുദ്ധം എത്തി നിൽക്കുന്ന ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പീസ് ടോക്ക് നടക്കണം എന്നത് ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ആർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പല രീതിയിലുള്ള അറ്റാക്സുമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ അമേരിക്ക നടത്തുന്നത്. അപ്പോൾ അവരുടെ കൂടുതലും ക്ലെയിംസ് ആണ്. അവർ പറഞ്ഞു 154ഓളം കപ്പലുകൾ നശിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ ഈ പറഞ്ഞ പോലെ മിസൈൽ ലോഞ്ച് പാഡ്സ് എല്ലാം തന്നെ വളരെ ഇന്നോപ്പറബിൾ ആക്കി കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.